എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ ഭക്ഷണമുണ്ടല്ലോ, അതിലൊക്കെ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ശരിക്കും ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്ന ചില ഡിറ്റക്റ്റീവ്സ് അല്ലെങ്കിൽ അന്വേഷകർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ആരാണിവർ? വാ, നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പ്ലേറ്റിലിരിക്കുന്ന ആ ചോറിനും കറികൾക്കുമൊക്കെ പിന്നില് എന്തായിരിക്കും കഥ? ചുമ്മാ പറയുന്നതല്ല, ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത് എവിടെയാണെന്നോ? നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ കാർഷിക ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിവിടം. നമ്മുടെ ആദ്യത്തെ ക്ലൂ അതെവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് ടീം നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങ് കടലിന്റെ ആഴങ്ങളിലേക്കാണ്. തിരമാലകൾക്ക് താഴെ നമ്മുടെ തീരങ്ങൾക്ക് കാവലായി നിൽക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്. 9 ദശലക്ഷം, അതായത് 90 ലക്ഷം. എന്തായിരിക്കും ഈ സംഖ്യ? വെറുതെ ഒരു നമ്പറാണെന്ന് കരുതരുത്, ഇത് വളരെ വലിയൊരു രഹസ്യത്തിലേക്കുള്ളൊരു സൂചനയാണ്. ആ 90 ലക്ഷം ഉണ്ടല്ലോ, അത് CMFRI എന്ന് പറയുന്നൊരു സ്ഥാപനം സൂക്ഷിക്കുന്ന ഡാറ്റയാണ്. അതായത് വിവരങ്ങൾ. ഇന്ത്യയുടെ ആ വിശാലമായ തീരദേശത്ത് ഓരോ മീനിന്റെയും ചലനങ്ങൾ വരെ ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടലിലെ യഥാർത്ഥ ഡിറ്റക്റ്റീവുകൾ തന്നെയാണിവർ. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നു. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ മാത്രം തികയില്ലെന്ന് ഈ ഡിറ്റക്റ്റീവുകൾക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ അന്വേഷണത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് വന്നു. അതാണ് മാരികൾച്ചർ, അതായത് കടലിൽ കൃഷി ചെയ്യുക. എന്തൊരു വിപ്ലവകരമായ ആശയമാണല്ലേ? പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവരുടെ ആ ശ്രമം വൻ വിജയമായിരുന്നു. ചെമ്മീൻ, കല്ലുമ്മക്കായ്, എന്തിനേറെ കടൽ മുത്തുകൾ വരെ അവർ കടലിൽ വിളയിച്ചെടുത്തു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയിലൊരു പുതിയ ചാപ്റ്റർ തന്നെ തുറക്കുകയായിരുന്നു. അപ്പോ നമുക്കിനി കടലിൽ നിന്ന് നേരെ കരയിലേക്ക് കയറാം. ഇവിടെ നമ്മുടെ അടുക്കളയിലെ മണത്തിനും രുചിക്കുമൊക്കെ കാരണമാകുന്ന വിലയേറിയ വിളകൾക്ക് കാവലായി മറ്റൊരു ടീം വിദഗ്ധർ നിൽപ്പുണ്ട്. ഇവിടെ പ്രധാനമായും 2 ടീമുകളാണുള്ളത്. ഒന്ന് ISR, അവർ കുരുമുളക്, ഇഞ്ചി പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ പിന്നാലെയാണ്. മറ്റേത് CPCRI, അവർ നമ്മുടെ തെങ്ങും അടയ്ക്കയുമൊക്കെ പോലുള്ള തോട്ടവിളകളെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഒരാൾ രുചിയുടെ കാവൽക്കാരൻ, മറ്റേയാൾ നമ്മുടെ സമൃദ്ധിയുടെയും. കൊള്ളാമല്ലേ? എന്നാൽ ഈ കാവൽക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ശത്രുവുണ്ട്. അത് അദൃശ്യനാണ്. ഒരു ചെറിയ കീടം അല്ലെങ്കിൽ ഒരു രോഗം, അതുമതി ഒരു കർഷകന്റെ ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് തകർന്നു പോകാൻ. കൃത്യം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മുടെ ഭക്ഷണത്തിലെ രഹസ്യ അന്വേഷകർ രംഗത്തേക്ക് വരുന്നത്. വിളകളെ രക്ഷിക്കാൻ, കർഷകരുടെ പ്രതീക്ഷകളെ സംരക്ഷിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെയാണ് യഥാർത്ഥ ഹീറോസ്. ഇനി നമ്മുടെ അന്വേഷണം പോകുന്നത് എങ്ങോട്ടാണെന്നോ? മണ്ണിനടിയിലെ രഹസ്യങ്ങളിലേക്കാണ്. നമ്മുടെ കാലിനടിയിൽ വിളകളുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ലോകം തന്നെയുണ്ട്. അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഡിറ്റക്റ്റീവ് ടീം. നമ്മൾ എത്തിയിരിക്കുന്നത് CTCRലാണ്, അതായത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കപ്പ, ചേമ്പ്, മധുരക്കിഴങ്ങ്, അങ്ങനെ മണ്ണിനടിയിൽ വളരുന്ന വിളകളെക്കുറിച്ചാണ് ഇവർ പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും വെറും കിഴങ്ങുകളല്ല. കോടിക്കണക്കിന് ആളുകളുടെ വിശപ്പടക്കുന്ന എനർജിയുടെ ഉറവിടങ്ങളാണിതൊക്കെ. ഈ സ്ഥാപനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഒരേയൊരു റിസർച്ച് സെന്ററാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രത്തോളം സ്പെഷ്യലൈസ്ഡാണ് ഇവർ. അപ്പോൾ ശരി, നമ്മുടെ കയ്യിലിപ്പോൾ കുറേ ക്ലൂസ് ഉണ്ട്. കടലിലെ വിദഗ്ധർ, കരയിലെ കാവൽക്കാർ, പിന്നെ മണ്ണിനടിയിലെ രഹസ്യങ്ങൾ അറിയുന്നവർ. പക്ഷേ ഇവരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കണ്ണേതാണ്? ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? അതെ, ഇത്രയും വ്യത്യസ്ത ഫീൽഡിലുള്ള ഈ വിദഗ്ധരെയെല്ലാം ഒരുമിപ്പിക്കുന്നത് ആരാണ്? ഈ എല്ലാ അന്വേഷണങ്ങൾക്കും പിന്നിലുള്ള ആ മാസ്റ്റർ മൈൻഡ് ആരായിരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ICAR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇതൊരു വെറും പേരല്ല. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഡിറ്റക്റ്റീവ് ടീമുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ മാസ്റ്റർ മൈൻഡ് ഇതാണ്. ICARന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് ചില നിർണായക കണ്ടെത്തലുകൾ കാണാം. ഉദാഹരണത്തിന് 2006 പക്ഷിപ്പനിക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ഇവരാണ്. 2011 ലോകത്തിലാദ്യമായി തുവരയുടെ ജനിതക രഹസ്യം ഇവർ കണ്ടെത്തി. പോരാത്തതിന് 2013 തങ്ങളുടെ എല്ലാ ഗവേഷണ ഫലങ്ങളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. അപ്പോൾ ഈയൊരു അന്വേഷണത്തിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലായത്? എന്താണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നമ്മുടെ ഭക്ഷണത്തിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് വെച്ചാൽ അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അസാധാരണമായ വൈദഗ്ധ്യത്തിന്റെ കഥയാണ്. തുടക്കത്തിൽ നമ്മൾ ചോദിച്ചില്ലേ, നിങ്ങളുടെ പാത്രത്തിലെ ഭക്ഷണത്തിന് പിന്നിലെന്താണ് കഥയെന്ന്? ഇതാണ് അതിനുള്ള ഉത്തരം.
ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വലിയൊരു ശാസ്ത്രലോകം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ട്, ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് നേടുന്നത് വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഒരുമിച്ച് ഒരു നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നതിന്റെ ശക്തി. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുവാണ്. ഇതുപോലെ ഓരോ മേഖലയിലും അത്രയും സ്പെഷ്യലൈസ്ഡായ അന്വേഷകരുടെ ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ടെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വലിയ ആഗോള പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ.